നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർബായ യൂസിനെ പറ്റിയാണ്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ യൂസ് സാധാരണ എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വെർബാണെന്ന് വിശ്വസിക്കുന്നു. ഈവൻ ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂസ് പറഞ്ഞാണ് ഞാൻ സംസാരിക്കുന്നത്. സോ നിങ്ങളും അങ്ങനെ സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ യൂസ്ഡ്, യൂസ്ഡ് ടു, നമ്മൾ ഇവ മൂന്ന് വെച്ചുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. യൂസ് വെച്ചുള്ള പല രീതിയിലുള്ള സെൻറ്റൻസുകൾ ഒരുപാടുണ്ട്. നമ്മളെല്ലാം കവർ ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. സോ ജസ്റ്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് നമ്മൾ സാധാരണയായിട്ട് സംസാരിക്കാറുള്ള യൂസ് വെച്ചുള്ള രണ്ട് സെൻറ്റൻസ് നമുക്ക് നോക്കാം. അതാണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഐ യൂസ് എ കമ്പ്യൂട്ടർ അറ്റ് വർക്ക്. അതായത് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ് ഐ യൂസ് എ കമ്പ്യൂട്ടർ അറ്റ് വർക്ക്. ഈ എക്സ്പ്രഷൻ, അതായത് യൂസ് വെച്ചുള്ള ഈ ആശയത്തിലുള്ള സെൻറ്റൻസ് നമ്മൾ ഡെയിലി സംസാരിക്കാറുള്ളതാണ്. സോ അതേപോലത്തെ ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. ഹീ യൂസസ് എ GPS നാവിഗേറ്റർ ഇൻ ഹിസ് ബൈക്ക്. അതായത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ നോക്കി പറയുന്നതാണ്, അവൻ്റെ ബൈക്കിൽ GPS നാവിഗേറ്റർ ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. GPS നാവിഗേറ്റർ എന്ന് വെച്ചാൽ വഴി കാട്ടുന്ന ആ മാപ്പൊക്കെ ഉള്ള ആ മെഷീൻ. സോ അപ്പോൾ അത് എൻ്റെ സുഹൃത്തിൻ്റെ ബൈക്കിലുണ്ട്, അവനത് ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ് ഹീ യൂസസ് എ GPS നാവിഗേറ്റർ ഇൻ ഹിസ് ബൈക്ക്. അതായത് അവൻ്റെ ബൈക്കിൽ GPS നാവിഗേറ്റർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ അവിടെ യൂസസ് വന്നിരിക്കുന്നത് ഹീ വന്നുകൊണ്ടാണ്. ഹീ ഷീ ഇറ്റ് വരുമ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസിൽ നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ആ ഒരു ഫോർമേഷനാണ് അവിടെ വന്നിരിക്കുന്നത്. സോ അപ്പോൾ അത് ജസ്റ്റ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ സിമ്പിളായിട്ടുള്ള മീനിങ്ങുള്ള സെൻറ്റൻസുകൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുള്ളതാണ്. സോ അതിൻ്റെ ജസ്റ്റ് പാസ്റ്റ് ടെൻസ് നോക്കാം. അതായത് ഒന്നാമത്തെ സെൻറ്റൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഐ യൂസ്ഡ് എ കമ്പ്യൂട്ടർ അറ്റ് വർക്ക്. അതായത് നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഐ യൂസ് എ കമ്പ്യൂട്ടർ അറ്റ് വർക്ക് എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞു. അതായത് ഞാനിപ്പോൾ എൻ്റെ ജോലിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പാസ്റ്റ് ടെൻസിൽ ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന സെൻറ്റൻസാണ് ഞാനിപ്പോൾ താഴെ എഴുതിയിരിക്കുന്നത്. ഐ യൂസ്ഡ് എ കമ്പ്യൂട്ടർ അറ്റ് വർക്ക്. അതായത് നേരത്തെ ഞാൻ കമ്പ്യൂട്ടർ എൻ്റെ ജോലിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ യൂസ്ഡ് എന്ന് പറയുന്നത് യൂസിൻ്റെ ജസ്റ്റ് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിലെ കാര്യം ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ യൂസ്ഡ് നമ്മൾ ചേർത്തിരിക്കുന്നത്. സോ അപ്പോൾ ആ സിമ്പിൾ മീനിങ്ങിലുള്ള ആ മൂന്ന് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുള്ള എക്സ്പ്രഷൻസുകളാണ്. സോ അപ്പോൾ അത് ഓർത്തിരിക്കുക. സോ ഇനി നമുക്ക് പോകാം. ഇനി നമ്മൾ പോകുന്നതാണ് കുറച്ചുകൂടി വ്യത്യസ്തപരമായിട്ടുള്ള ആശയങ്ങളാണ് യൂസ് സെൻറ്റൻസുകളിൽ കൊടുക്കുന്നത്. നമുക്കെന്താണെന്ന് നോക്കാം. ഗെറ്റ് യൂസ്ഡ് ടു എന്താണ് സെൻറ്റൻസുകളിൽ കൊടുക്കുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റായി പോവുകയാണെങ്കിലാണ് നമ്മൾ ഗെറ്റ് യൂസ് ടു നമ്മൾ സെൻറ്റൻസുകളിൽ ചേർക്കുന്നത്. അതായത് അഡാപ്റ്റ് ആവുക എന്ന് വെച്ചാൽ നമ്മൾ ശീലിച്ചു വരും, നമ്മൾ ശീലമായി വരികയില്ലേ, ആ ശീലമായി വരുന്ന ആ ഒരു ആശയത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് യൂസ്ഡ് നമ്മൾ ചേർക്കുന്നത്. സോ ആ ഒരു ആശയം നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അഡാപ്റ്റായി വരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡാപ്റ്റായി വരിക എന്ന് വെച്ചാൽ ശീലിച്ച് വരിക എന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് യൂസ്ഡ് നമ്മൾ സെൻറ്റൻസുകൾ ചേർക്കാറുള്ളത്. ജസ്റ്റ് നമുക്ക് രണ്ട് സെൻറ്റൻസ് നോക്കാം. ഐ കാൺ ഗെറ്റ് യൂസ്ഡ് ടു ലോങ് കോൾഡ് വിൻ്റർ. അതായത് എനിക്കൊരു ജോലി കിട്ടി, ഞാൻ മൂന്നാർ പോയി. അപ്പോൾ മൂന്നാറിന് ഞാനൊരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. മൂന്നാർ ഹൈ റേഞ്ച് ഒരു ഹൈ റേഞ്ച് എനിക്ക് ജോലി കിട്ടി, ഞാൻ അവിടെ ജോലിക്ക് പോയി. അപ്പോൾ ഡിസംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തണുപ്പാണ്. അവിടെ പോയവർക്കറിയാം ഭയങ്കര തണുപ്പാണ് ഡിസംബർ മാസമൊക്കെ. സോ അപ്പോൾ എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല, എനിക്കപ്പോൾ സ്റ്റേ ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം ഞാൻ പറയുന്നൊരു സെൻറ്റൻസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഐ കാൺ ഗെറ്റ് യൂസ് ടു ലോങ് കോൾഡ് വിൻ്റർ. അതായത് എനിക്ക് ഈ തണുപ്പ് സീസൺ, അതായത് തണുപ്പ് ആ കാലാവസ്ഥയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതുമായിട്ട് അഡാപ്റ്റ് ആകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ അവിടെ ഗെറ്റ് യൂസ് ടു ചേർത്തിരിക്കുന്നത് നോക്കുക. ഗെറ്റ് യൂസ് ടു ചേർത്തിരുന്നത് അതുമായിട്ട് എനിക്ക് യോജിച്ച് പോകാം, അതുമായിട്ട് ആ പുതിയ സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ആകാൻ പറ്റുന്നില്ല എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഗെറ്റ് യൂസ് ടു ചേർത്തിരിക്കുന്നത്. പറ്റുന്നില്ല എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കാണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, കനോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അഡാപ്റ്റ് ആകാൻ പറ്റുന്നില്ല, അതായത് ആ സിറ്റുവേഷനുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഗെറ്റ് യൂസ്ഡ് ചേർത്തിരിക്കുക. സോ അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. സോ അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ ജോലി സ്ഥലത്തെ ഒരു കാര്യം പറയുവാണ്. അവിടെ ഞാൻ പുതിയതായിട്ട് ജോലിക്ക് ചെയ്യുന്നപ്പം ഒരുപാട് പുതിയതായിട്ടുള്ള രീതികൾ പഠിക്കുവാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പുതിയ രീതിയിലുള്ള ഹോട്ടലിലെ പല എൻ്റെ ജോലി സംബന്ധമായിട്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അതിൻ്റെ സുഹൃത്തിനോട് പറയുന്ന ജസ്റ്റ് ഒരു സെൻറ്റൻസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ദർ ഈസ് ലോട്ട് ടു ലേൺ. അവിടെ ഒരുപാട് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഐ എം ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. അതായത് ഞാനത് ശീലമായി വരികയാണ്, അതുമായിട്ട് അഡാപ്റ്റായി വരികയാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ് ഐ എം ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. അതുമായിട്ട് ഞാൻ ശീലിച്ച് വരികയാണ്, അതുമായിട്ട് ഞാൻ അഡാപ്റ്റായി ആ പുതിയ സിറ്റുവേഷനായിട്ട് അഡാപ്റ്റായി വരികയാണ് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഗെറ്റ് യൂസ് ടു എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ പുതിയ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റായി വരിക എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് യൂസ്ഡ് നമ്മൾ സെൻറ്റൻസുകൾ ചേർത്തിരിക്കുന്നത്. സോ അപ്പോൾ ആ ഒരു ആശയം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ
ടു ബി യൂസ്ഡ് ടു ആണ്. ഇവിടെ കുറച്ചൊരു വേരിയേഷൻ ഉണ്ട്. നമ്മൾ ഗെറ്റ് യൂസ്ഡ് ടു എന്നാണ് പറഞ്ഞത് അഡാപ്റ്റായി വരികയാണെന്ന് പറയുന്ന ആ സിറ്റുവേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡാപ്റ്റായി വരികയാണെന്ന് പറഞ്ഞ ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് യൂസ്ഡ് ടു കൊടുത്തെങ്കിൽ ടു ബി യൂസ്ഡ് ടു നമ്മൾ ചേർക്കുന്നത് അഡാപ്റ്റായി കഴിഞ്ഞ കാര്യം, അതായത് എനിക്ക് ശീലമായി കഴിഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു ബി യൂസ്ഡ് ടു നമ്മൾ സെൻറ്റൻസുകൾ ചേർക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളിലാണ് താഴെ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഐ ആം യൂസ്ഡ് ടു ഗെറ്റിംഗ് അപ്പ് ഇയർലി, അതായത് ഞാൻ സ്ഥിരമായിട്ട് രാവിലെ എഴുന്നേൽക്കാറുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കാം ടു ബി യൂസ്ഡ് ടു ആണ് ചേർത്തിരിക്കുന്നത്. അതായത് ടു ബി എന്ന് പറയുന്നത് ആം കണ്ടല്ലോ, ഐ കഴിഞ്ഞ് ആം വന്നു. ആം എന്ന് പറയുന്നത് ടു ബിയുടെ പ്രസൻറ്റേഷനുള്ള ഫോർമേഷനാണ്, അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ആം യൂസ്ഡ് ടു അതാണ് അവിടെ ടു ബി യൂസ്ഡ് ടു ഉദ്ദേശിക്കുന്നത്. അപ്പം ഐ ആം യൂസ്ഡ് ടു ഗെറ്റിംഗ് അപ്പ് ഇയർലി, അതായത് ഞാൻ സ്ഥിരമായിട്ട് രാവിലെ അല്ലെങ്കിൽ പതിവായിട്ട് എണ്ണിക്കാറുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. സോ അപ്പോൾ അവിടെ ടു ബി യൂസ്ഡ് ടു ചേർത്തിരിക്കുന്നത് ഞാൻ ശീലിച്ച ആ ഒരു കാര്യത്തെ, അതായത് അഡാപ്റ്റായ ഗെറ്റ് യൂസ്ഡ് ടു അല്ല അഡാപ്റ്റായ കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു ബി നമ്മൾ സെൻറ്റൻസുകളിൽ ചേർക്കുന്നത്. സോ അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഹി ഈസ് നോട്ട് ടു യൂസ് ടു ഡ്രൈവിംഗ് ഓൺ ദ ലെഫ്റ്റ്. സോ അപ്പോൾ ഇത് എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി പറയുകയാണ്. ഗൾഫിൽ നിന്ന് വന്ന എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി പറയുകയാണ്. അവിടെ ഡ്രൈവ് ചെയ്യുന്നത് വലത് സൈഡിലാണ്. അപ്പോൾ ഈ നാട്ടിൽ വന്നപ്പോൾ ഇട സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്യേണ്ടി വന്നു. സോ അപ്പോൾ ഞാൻ എൻ്റെ വേറെ സുഹൃത്തിനോട് പറയുകയാണ്, അവനെ പറ്റി പറയുകയാണ് ഈസ് നോട്ട് യൂസ് ടു ഡ്രൈവിംഗ് ഓൺ ദ ലെഫ്റ്റ്, അവന് ലെഫ്റ്റ് സൈഡിൽ ഓടിച്ച് ശീലമില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ടു ബി യൂസ് ടു ആണ് ചേർത്തിരിക്കുന്നത്. ഹി ഈസ് എന്ന് പറയുന്നത് ടു ബിയുടെ ഫോർമേഷനാണ്. സോ അതറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈസ് നോട്ട് യൂസ് ടു ഡ്രൈവിംഗ് ഓൺ ദ ലെഫ്റ്റ്, അവന് ഇട സൈഡിൽ ഓടിച്ച് ശീലമില്ല എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അവിടെ യൂസ് ടു ചേർത്തിരിക്കുന്നത് ആ ശീലത്തെ, അത് അഡാപ്റ്റായി കഴിഞ്ഞ ആ ഒരു ആശയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ടു ബി യൂസ് ടു നമ്മൾ ചേർത്തിരിക്കുന്നത്. സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതൊരു നെഗറ്റീവാണ്, നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് കൺഫ്യൂസ് ആകല്ല. സോ ഈസ് കഴിഞ്ഞിട്ട് നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, കൺഫ്യൂസ് ആകല്ല. സോ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. വി ആർ യൂസ് ടു വെറ്റ് വെദർ ഇൻ ദ UK, അതായത് എൻ്റെ ഒരു സുഹൃത്ത് UK ജോലി കിട്ടി, അവൻ UK പോയി. അപ്പം ഞാൻ അവനെ ഫോൺ ചെയ്തിടാ എങ്ങനെ അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അവിടെ തണുപ്പാണെന്ന് ഞാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പം എൻ്റെ സുഹൃത്തിനോട് പറയുകയാണ് വി ആർ യൂസ് ടു വെറ്റ് വെദർ ഇൻ ദ UK, അതായത് ഞങ്ങൾ അവിടുത്തെ വെറ്റ് വെദറുമായിട്ട് ശീലമായി അല്ലെങ്കിൽ അഡാപ്റ്റായി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അവിടെ ടു ബി യൂസ് ടു ചേർത്തിരിക്കുന്നത് ശീലമായി അഡാപ്റ്റായി കഴിഞ്ഞ സിറ്റുവേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ടു ബി യൂസ് ടു ചേർത്തിരിക്കുന്നത്. സോ അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ യൂസ്ഡ് ടു. സോ ഇവിടെ ചെറിയൊരു ആശയം, ഇവിടെ നമ്മൾ ടു ബി യൂസ്ഡ് ടു പറഞ്ഞ ആശയമല്ല, ഗെറ്റ് യൂസ് ടുവിൻ്റെ ആശയമല്ല, കംപ്ലീറ്റ് ഡിഫറൻ്റ് ആണ് യൂസ് ടുവിൻ്റെ. ജസ്റ്റ് എന്താണെന്ന് നോക്കാം. അതായത് യൂസ് ടു നമ്മൾ എപ്പോഴാണ് ചേർക്കുന്നത് വെച്ചാൽ, അതായത് പാസ്റ്റ് ടെൻസിൽ നമ്മൾ, അതായത് പാസ്റ്റ് ടെൻസ് വെച്ചാൽ ഭൂതകാലത്ത് പാസ്റ്റ് ടെൻസിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മീൻസ് പാസ്റ്റ് ടെൻസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ടു നമ്മൾ സെൻറ്റൻസുകൾ ചേർക്കുന്നത്. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുമില്ല, അത് ഓർത്തിരിക്കുക. സോ പാസ്റ്റ് ടെൻസിൽ ചെയ്ത കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ടു നമ്മൾ സെൻറ്റൻസുകളിൽ ചേർക്കുന്നത്. സോ നമുക്ക് ജസ്റ്റ് എക്സാമ്പിളോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും എന്താ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതായത് ഐ യൂസ് ടു ലീവ് ഇൻ ദ നോർത്ത് ലണ്ടൻ, അതായത് എൻ്റെ സുഹൃത്ത് പറയുവാണ്, ലണ്ടനിലുള്ള ആ സുഹൃത്തിനോട് പറയുവാണ് ഐ യൂസ് ടു ലീവ് ഇൻ ദ നോർത്ത് ലണ്ടൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ നോർത്ത് ലണ്ടനിലായിരുന്നു താമസിച്ചിരുന്നത് എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണ്. അതേപോലെ ഇപ്പം അദ്ദേഹം അവിടെ അല്ല താമസിക്കുന്നത്, വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. സോ അപ്പോൾ അദ്ദേഹം പറയുവാണ് ഐ യൂസ് ടു ലീവ് ഇൻ ദ നോർത്ത് ലണ്ടൻ, അതായത് നേരത്തെ ഞാൻ നോർത്ത് ലണ്ടനിലാണ് താമസിക്കുന്നത്, ഇപ്പോൾ അല്ല എന്ന് പറയുന്നൊരു ആശയമാണ് ആ സെൻറ്റൻസിനുള്ളത്. അതായത് യൂസ് ടു സെൻറ്റൻസ് ചേർക്കുമ്പോൾ അതായത് പാസ്റ്റ് ടെൻസിലെ ആശയമാണ്, പക്ഷേ ഇപ്പോൾ അത് ചെയ്യുന്നില്ല എന്നൊരു ആശയമാണ്. അതായത് ഇപ്പോൾ ചെയ്യുന്നില്ല, പാസ്റ്റ് ടെൻസിലെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് യൂസ് ടു നമ്മൾ സെൻറ്റൻസുകളിൽ ചേർക്കുന്നത്. സോ ഒരു എക്സാമ്പിളോട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും ഞാൻ മലയാളത്തിൽ പറഞ്ഞ എന്താണെന്ന്. സോ അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഷീ യൂസ് ടു പ്ലേ ടെന്നീസ്, അതായത് അവൾ നേരത്തെ ടെന്നീസ് എല്ലാവർക്കും അറിയാം, ടെന്നീസ് കളിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് സെൻറ്റൻസ് ആണത്. അതിന് തൊട്ടടുത്ത് വിചാരിക്കുന്ന കണ്ടോ, ബട്ട് ദെൻ ഷീ ഹർ നീ, പിന്നീട് അതിനുശേഷം അവിടെ മുട്ടിന് പ്രശ്നമായി, ആൻഡ് ഹാർഡ് ടു സ്റ്റോപ്പ്, പിന്നീട് നിർത്തേണ്ടി വന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. സോ അതായത് ഇപ്പം ടെന്നീസ് കളിക്കുന്നില്ല, മുമ്പ് കളിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ യൂസ് ടു അവിടെ ചേർത്തിരിക്കുന്നത്. നോക്കാം. ഷീ യൂസ് ടു പ്ലേ ടെന്നീസ് ബട്ട് ദെൻ ഷീ ഹർ നീ ആൻഡ് ഹാർഡ് ടു സ്റ്റോപ്പ്, അതായത് നേരത്തെ അവൾ ടെന്നീസ് കളിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കളിക്കുന്നില്ല, നിർത്തേണ്ടി വന്നു, കാല് വയ്യാത്തത് കാരണം, മുട്ട് വയ്യാത്തത് കാരണം നിർത്തേണ്ടി വന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു നമ്മൾ സെൻറ്റൻസുകൾ ചേർക്കുന്നത്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാൻ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ആകാൻ വേണ്ടി ഈ യൂസ്ഡ് ടുവിൻ്റെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്താണ്, നിങ്ങളെല്ലാവരും കേൾക്കുന്നതാണ്. സോ നമുക്ക് 2-3 എക്സാമ്പിളൂടെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഐ യൂസ് ടു വർക്ക് ഫുൾ ടൈം, അതായത് ഞാനൊരു സുഹൃത്തിനോട് പറയുകയാണ്, ഈവൻ ഞാനൊരു പുതിയൊരു
കമ്പനി ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ HR-നോട് പറയുകയാണ് ഐ യൂസ് ടു, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനോട് പറയുന്നതാണ് ജസ്റ്റ് കാര്യം ഐ യൂസ് ടു വർക്ക് ഇൻ ഫുൾ ടൈം. അതായത് ഞാൻ നേരത്തെ ഫുൾ ടൈമാണ് വർക്ക് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഫുൾ ടൈം എന്ന് വെച്ചാൽ രാവിലെ 8 മണി മുതൽ 5 മണി വരെ, അല്ലെങ്കിൽ 10 മണി മുതൽ 4 മണി വരെ ഡെയിലി വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഫുൾ ടൈം വർക്ക് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഞാൻ നേരത്തെ ഫുൾ ടൈം വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ് എഴുതിയിരിക്കുന്നത്. ഐ യൂസ് ടു വർക്ക് ഫുൾ ടൈം. അതായത് ഞാൻ നേരത്തെ ഫുൾ ടൈം വർക്കാണ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പാസ്റ്റ് ടെൻസിൽ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. സോ അതുകൊണ്ടാണ് യൂസ് ടു നമ്മൾ ചേർത്തിരിക്കുന്നത്. സോ ഇപ്പോൾ അത് ചെയ്യുന്നില്ല, അതാണ് ജസ്റ്റ് അതിൻ്റെ ചേർത്ത് എഴുതിയിരിക്കുന്നത്. ബട്ട് ഐ ഓൺലി വർക്ക് ഇൻ ദ ആഫ്റ്റർനൂൺ നൗ. ഇപ്പോൾ ഞാൻ ആഫ്റ്റർനൂൺ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പം നേരത്തെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ടു ചേർക്കുന്നത്. അതേപോലെ ഓർക്കുക, ആ കാര്യം ഇപ്പോൾ ചെയ്യുന്നുമില്ല. സോ അപ്പോൾ അത് ഓർത്തിരിക്കുക. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. വി യൂസ് ടു ഗോ ടു ദ സെയിം സ്കൂൾ ഡിഡ് വി. ഇത് ഞാനൊരു സുഹൃത്തിനെ കുറേ നാൾക്ക് ശേഷം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പരിചയം പുതുക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ഒരേ സ്കൂളിലല്ലേ പോയത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. വി യൂസ് ടു ഗോ ടു ദ സെയിം സ്കൂൾ ഡിഡ് വി അല്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പരിചയം പുതുക്കുകയാണ്. അദ്ദേഹം ഇവിടെ പണ്ട് പഠിച്ചാണ്, ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പരിചയം പുതുക്കുന്ന ഒരു സെൻറ്റൻസാണ് എഴുതിയിരിക്കുന്നത്. സോ അപ്പോൾ അവിടെ ഞാൻ യൂസ് ടു ചേർത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ, ഇപ്പോഴല്ല പാസ്റ്റിൽ, നേരത്തെ നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ പോയിരുന്നു എന്നൊരു ആശയം കൊടുക്കുകയാണ്. അത് പാസ്റ്റ് ടെൻസിൽ ഒരു നടന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ യൂസ് ടു നമ്മൾ ചേർത്തിരിക്കുന്നത്. സോ അപ്പോൾ ഒരാശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് യൂസ് ടു. നമുക്കൊരു എക്സാമ്പിളോട് നോക്കാം. നിങ്ങൾ ഫേമസ് ആയിട്ട് കേട്ടിട്ടുള്ള ഡയലോഗ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഹി യൂസ് ടു സ്മോക്ക് എന്ന് വെച്ചാൽ അവൻ നേരത്തെ പുകവലിക്കാറുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഇപ്പോൾ പുകവലിക്കുന്നില്ല, അതാണ് ഇതിൻ്റെ ആശയം. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. ഹി യൂസ് ടു സ്മോക്ക് എന്ന് വെച്ചാൽ നേരത്തെ പഴയ ഒരു പാസ്റ്റ് ടെൻസിലെ ആശയമാണ്. കാരണം ഹി യൂസ് ടു സ്മോക്ക്, നേരത്തെ നമ്മൾ പുകവലിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. അത് ഓർത്ത് വെച്ചിരിക്കുക. സോ അപ്പോൾ ഹി യൂസ് ടു സ്മോക്ക് എന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ ഓർത്തിരിക്കാം, നേരത്തെ ആയിരുന്നു പുകവലിക്കുന്നത്, ഇപ്പോൾ പുകവലി നിർത്തി എന്നാണ് അതിൻ്റെ ബിഹേവിയറിലെ ആശയം. സോ അപ്പോൾ യൂസ് ടു അതാണ് അതിൻ്റെ ആശയം കൊടുക്കുന്നത്. സോ അപ്പം അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു സെൻറ്റൻസിലൂടെ നോക്കാം. ജസ്റ്റ് ഞാൻ എഴുതിപ്പോയി നോക്കാം. വി യൂസ് ടു ഗോ ഔട്ട് മോർ. ഞങ്ങൾ നേരത്തെ പുറത്ത് പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഇപ്പോൾ അധികം പുറത്ത് പോകാറില്ല. അപ്പോൾ ഇങ്ങനെ പറയുകയാണ്, വി യൂസ് ടു ഗോ ഔട്ട് മോർ. ഞങ്ങൾ നേരത്തെ പുറത്ത് ഒരുപാട് പോകാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോൺവെർസേഷണൽ സെൻറ്റൻസാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ആശയം പിടികിട്ടാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് കുറച്ചൊരു ആശയമൊക്കെ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. കുറച്ച് സെൻറ്റൻസ് കൂടെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കുറച്ചൊരു ഷോർട്ടാക്കിയാണ് നമ്മളിപ്പം പോകുന്നത്. എല്ലാം ഇപ്പം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ പിടികിട്ടത്തില്ല. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.